എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നിന്ന് കുറേ ഫെർട്ടിലൈസർ കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല പോലെ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ല ഫെർട്ടിലൈസറാണ്. എത്ര മുരടിച്ച റോസയും പൂക്കളിടാത്ത റോസയും ഒക്കെയാണ് നിറയെ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൾസൻ ചെടിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജമന്തി ചെടിയാണെങ്കിലും ജമന്തി ചെടി ഇപ്പോൾ മഴയൊക്കെ കുറേയൊക്കെ പോയി. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിങ്സ് ഒക്കെ പിടിപ്പിച്ചിട്ട് വെച്ചിട്ട് എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്, നല്ലതായിട്ട് ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നല്ലൊരു ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ നമ്മുടെ റോസാ ചെടിയിലൊക്കെ നിറയെ പൂക്കളുണ്ടാവാനായിട്ടുള്ള ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെ ഏത് ചെടിക്കും നമുക്ക് കൊടുക്കാം. ഇൻഡോർ പ്ലാന്റ്സിനോ ഔട്ട്ഡോർ പ്ലാന്റ്സിനോ ഒക്കെ സ്പ്രേ ചെയ്തും ചൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ കുറേ എണ്ണം കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഓരോ വളങ്ങളിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചെടികൾ നിങ്ങൾ നല്ലതായിട്ട് പൂക്കളിടുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലൊക്കെ വെക്കുന്ന ചെടികൾക്കാണ് നമ്മൾ ഒരുപാട് വളങ്ങൾ അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ മണ്ണിലൂടെ തന്നെ അത് വലിച്ചെടുക്കും. പക്ഷേ ചെടികൾ വെക്കുന്ന ചെടികൾക്ക് എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബഡ് റോസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല വളങ്ങൾ കൊടുത്താൽ മാത്രമേ നല്ലപോലെ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ. മുരടിപ്പും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മാറി മറിച്ചൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചെടിച്ചട്ടിയിൽ വെക്കുന്ന ചെടികൾക്കെല്ലാം ധാരാളം മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ അത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റത്തില്ല, നമ്മൾ തന്നെ അതിന് കൊടുക്കണം. അപ്പം ഞാൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വിളിക്കുന്ന നാരങ്ങയുടെ തൊണ്ടാണ്. നമ്മൾ നാരങ്ങയൊക്കെ വെള്ളം പിഴിഞ്ഞ് കുടിച്ചിട്ട് അതിൻ്റെ ബാക്കി തൊണ്ടൊക്കെ എടുത്ത് വലിച്ചെറിയാണ് പതിവ്. ഇനി അങ്ങനെ കളയേണ്ടത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ള അത്രയും ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ അടുത്തായിട്ട് ഞാൻ എടുക്കുന്ന വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. വെളുത്തുള്ളി ചതച്ചത് ഒരു പൂണ്ട് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അതും വെള്ളം ഒഴിച്ചിടുവാണ് കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് ഏത്തക്കയുടെ തൊലിയാണ്. നമ്മൾ ഏത്തക്ക ഒക്കെ കഴിച്ചിട്ട് എത്ര വെള്ളം എടുക്കാം കേട്ടോ, നമുക്ക് ആവശ്യമുള്ള എടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ എടുക്കുന്നുള്ളൂ. എത്രയാണോ അത്രയും ആവശ്യത്തിനുള്ള പഴത്തൊലി എടുത്തതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ഇത് ഒരു 3-4 ദിവസം പുളിപ്പിക്കാൻ വെക്കുന്നുണ്ട്. കാരണം പുളിപ്പിച്ചതിന് ശേഷം കൊടുക്കുന്നതാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും വേണം ഓരോ ദിവസം നമുക്ക് മാറി മാറി കൊടുക്കാം. അപ്പോൾ എത്ര ദിവസം ഇങ്ങനെ അടച്ചിരുന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പഴത്തൊലി വെള്ളത്തിലിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടൻ്റെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുത്തിട്ട് 1 ലിറ്റർ വെള്ളവും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിലിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. പച്ചക്കറികൾക്കും നല്ലപോലെ പൂക്കളുണ്ടാവാനായിട്ടും ഒക്കെ ഇത് നമുക്ക് ചെയ്തു കൊടുക്കാം. പച്ചക്കറികൾ നല്ല കായ്ഫലം കിട്ടാനായിട്ടും വളരെയധികം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഈ പഴത്തിൻ്റെ തൊലിയുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചിട്ട് നമ്മുടെ ചെടിച്ചട്ടിയുടെ മണ്ണൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മണ്ണിനടിയിലായിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരിക്കലും പുറമേ ഇടരുത്. വേസ്റ്റ് മണ്ണിന് അടിയിലേ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കണം. നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് അത് മാറിക്കോളും. അപ്പം ഞാൻ എൻ്റെ ബോൾസൻ ചെടിക്കും ജമന്തി ചെടിക്കും ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. നല്ലപോലെ വളർച്ച ഉണ്ടായി. അതുപോലെ നിറയെ മുട്ടുകളും ഇടുന്നതായിട്ട് കണ്ടു കേട്ടോ, ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ അതിന് നല്ലതാണ്. പിന്നെ ഞാൻ അടുത്തായിട്ട് എടുക്കുന്ന നാരങ്ങയുടെ തൊണ്ട് വെള്ളത്തിലിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് 1 ലിറ്റർ വെള്ളവും കൂടി ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ബോട്ടിലിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യവും മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മഞ്ഞ ഇലകളുണ്ടാകുന്നതൊക്കെ മാറിക്കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയും, ആ ഓറഞ്ചിൻ്റെ സീസണൊക്കെ ആണെങ്കിൽ ഓറഞ്ച് തൊലിയും നാരങ്ങ തൊലിയും ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി തന്നെയും വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ടാണ്. അപ്പോൾ നല്ല പച്ചപ്പും ആ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുള്ള ആ വെള്ളമാണ്. ഇത് നമ്മുടെ കീടങ്ങളുടെ ശല്യത്തിന് കീടങ്ങളൊക്കെ പറന്ന് പോകാനായിട്ട്, അതുപോലെ തന്നെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടിട്ട് ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു ഇതാണ് ഈ നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് വെള്ളത്തിലിട്ടിട്ട് ഒരു 3-4 ദിവസം പുളിപ്പിച്ച് വെച്ചതിന് ശേഷം 1 ലിറ്റർ വെള്ളവും കൂടെ എക്സ്ട്രാ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൂടുതലും നല്ലത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഇലകളിലൊക്കെ. കാരണം ഇലകളിലൊക്കെയാണല്ലോ കൂടുതലും മഞ്ഞപ്പും പ്രശ്നങ്ങളും മുരടിപ്പും ഒക്കെ കാണുന്നത്, പുഴുക്കളുടെ ശല്യമൊക്കെ കാണുന്നത്. അതിനായിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ആ വെള്ളം വേണേൽ കുപ്പിയിലെടുത്ത് വെച്ചേക്കാം കേട്ടോ. അത് അഴുക്കാവത്തൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നീട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് പുളിച്ച് അവിടെ ഇരുന്നുള്ളൂ. അപ്പം പുളിക്കുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന മൂലം നമ്മുടെ ഒരു റോസാ ചെടിയൊക്കെ നല്ലപോലെ ആ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറിയിട്ട് നല്ലൊരു വളർച്ച വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ തളിർപ്പുകൾ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ചെടിയിലും നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് കാണുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ആ ഒരു വീഡിയോ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ റോസാ ചെടിയൊക്കെ നല്ലപോലെ നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാം വരുന്നുണ്ട്. നല്ലപോലെ മൊട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജമന്തി ചെടി നല്ലപോലെ നിന്ന് ജമന്തി ചെടിയാണ്. ഈ മഴയായപ്പോഴത്തേനും ഈ മഴയുടെ സമയം കൊണ്ടാവാം ഇത് കുറേയൊക്കെ വെള്ളം കയറിയിട്ട് ഇങ്ങനെ നമുക്ക് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാനും പറ്റത്തില്ല. എന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ചില സമയങ്ങൾ നമുക്ക് സംഭവിക്കാവുന്നതാണ്. പെട്ടെന്നൊക്കെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ കുറച്ചൊക്കെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറേ കട്ടിങ്സ് ഞാൻ മാറ്റി വെച്ചതുകൊണ്ട് തന്നെ അത് പിടിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെയേ പറ്റത്തുള്ളൂ. പോകുന്നതിൽ നിന്ന് കുറേ കട്ടിങ്സൊക്കെ നേരത്തെ എടുത്ത് സൂക്ഷിച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പോകാതെ നഷ്ടപ്പെടാതെ പിന്നെയും അത് നല്ലപോലെ പൂക്കളുണ്ടാകാൻ സാധിക്കും. മഴയത്ത് മിക്ക ചെടികൾക്കും പോക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ, മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം മിക്കവാറും എല്ലാ ചെടികളും തന്നെ പോകുന്ന കുറേ ചെടികളൊക്കെ പോകും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടികളിലൊക്കെ നല്ല പോലെ പൂക്കൾ, അതായത് വിരിയുന്ന പൂക്കൾ, നല്ലതായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലൊരു ഫെർട്ടിലൈസർ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഞാൻ 10-20 ദിവസം കൂടുമ്പോൾ ഞാൻ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. പുതിയ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ കിട്ടാനായിട്ടും പുതിയ പൂമൊട്ടുകളും പുതിയ തളിർപ്പും ഉണ്ടാകാനായിട്ടും വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ ബീട്രൂട്ടൊക്കെ തോരനും മെഴുകൂട്ടിയൊക്കെ വെക്കാൻ നേരത്തെ ആ തൊലി എടുത്ത് ചെത്തിയ തൊലി എടുത്ത് കളയുകയല്ലേ പതിവ്. ഇനി അത് കളയണ്ട. അത് ഇതുപോലെ നമ്മൾ കുറച്ച് ഒരു വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇളകി നന്നായിട്ട് കളർ ഇളകി നല്ല കളറൊക്കെ ആയിട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ തിളപ്പിച്ചിട്ട് കുറച്ച് നേരം ഇട്ട് തിളപ്പിക്കുന്നത് 5 മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ അരിച്ചെടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിൻ്റെ കളറെല്ലാം ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ കഞ്ഞിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു കഞ്ഞി പുളിപ്പിക്കുക, അല്ലെങ്കിൽ പുളിപ്പിച്ചില്ലെങ്കിൽ ഇത് ഒഴിച്ച് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പുളിച്ചതിന് ശേഷം കൊടുത്താലും മതി. ഞാനിപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളത്തിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എക്സ്ട്രാ ഒരു 1.5 ലിറ്റർ വെള്ളം കൊണ്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ റോസാ ചെടികളുടെ ചോട്ടിലോ ഏത് ചെടികളുടെ ചോട്ടിൽ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല റിസൾട്ടാണ്. ഒരു മാസത്തിലൊരിക്കലും 15 ദിവസം 20 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ പൂക്കളുണ്ടാവാൻ, നല്ല കളർഫുള്ളുള്ള പൂക്കളുണ്ടാകാൻ സഹായിക്കുന്നതാണ്. എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല.